ഹായ് ഓൾ അസ്സലാമു അലൈക്കും. കിസിൽ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് കാണിക്കുന്നത് നമ്മളെ കാസർഗോട്ടെ പൊരിയപ്പത്തിൻ്റെ റെസിപ്പി. ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഞാൻ സെയിൽ ചെയ്യുന്ന പൊരിയപ്പത്തിൻ്റെ റെസിപ്പി. അപ്പോൾ നമുക്ക് ആദ്യം ബെല്ലം മെൽറ്റാക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഞാനിവിടെ 1 കിലോ ബെല്ലം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് മെൽറ്റാക്കിയിട്ട് എടുക്കണം. മെൽറ്റാക്കിയതിന് ശേഷമല്ലേ പിന്നെ 4 തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ 4 തേങ്ങാൻ്റെ ആക്കുന്നത് ഇതിൽ 2 കിലോ ഇതാവും, പൊരിയപ്പാവും. 1 കിലോ വേണമെങ്കിൽ 2 തേങ്ങ എടുത്താൽ മതി, 2 കുറച്ച് വലിയ തേങ്ങാൻ്റെ എടുത്താൽ മതി. പിന്നെ മെൽറ്റാക്കിയതിന് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കാണുന്നുണ്ടാവും നിങ്ങൾക്ക് അതിൻ്റെ വേസ്റ്റ്. അപ്പോൾ അരച്ചിട്ട് എടുക്കണം. ഒരു അരപ്പയിൽ അരച്ചിട്ട് എടുത്തിട്ട് പിന്നെ അതിലേക്ക് 4 തേങ്ങ ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു ചെറിയ ഫ്ലെയിമിൽ ഇട്ടിട്ടല്ലേ നല്ല പാങ്ങല അതിനെ ഡ്രൈ ആക്കിയിട്ട് എടുക്കണം. അതിൻ്റെ വെള്ളമെല്ലാം ഡ്രൈ ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ നല്ല ഒരു ഒട്ടുന്ന പരുവാകുമ്പോൾ ഇത് ഓഫാക്കാം. നല്ലോണം ഡ്രൈ ആക്കണ്ട, നല്ലോണം ഒട്ടുന്ന പരുവാക്കണ്ട, അപ്പോൾ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇത് ഒരു കുറച്ച് ടൈം എടുക്കുന്നത്. അപ്പോൾ ഞാനതൊന്നും കാണിക്കുന്നില്ല. ഇത് ഞാൻ ഒരു 250 ഗ്രാം പൊരിയില്ല, നമ്മളെ പൊരീനെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് പിട കൊടുത്തിട്ടാകുമ്പോൾ കുറച്ച് സോഫ്റ്റ് എല്ലാം ആയിട്ടുണ്ടാവും, നളുത്തിട്ടുണ്ടാവും. അപ്പോൾ അതിനൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് പൊടിച്ചിട്ടെടുക്കണ്ടേ. അപ്പോൾ അതിനെ 250 ഗ്രാം ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഒന്നാകെ ഇട്ട് കൊടുക്കണ്ട. ചിലപ്പോൾ അല്ലേ കുറച്ച് നിങ്ങൾ തേങ്ങ കുറച്ച് അധികം ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ അല്ലേ ഇത്ര 250 ഗ്രാം വേണ്ടി വരില്ല. അത് ഫുള്ള് ഇട്ടെങ്കിൽ അല്ലേ നല്ലോണം ഡ്രൈ ആയിട്ട് പിന്നെ ഉണ്ടാക്കിയിട്ട് എടുക്കാൻ കഴിയില്ല, ബോൾസാക്കിയിട്ട് എടുക്കാൻ കഴിയില്ല. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടായിട്ട് നോക്കണം നമുക്ക് ബോൾസാക്കാൻ കഴിയുന്നില്ലേന്ന്. അതിന് പിന്നെ നോക്കിയിട്ട് ഇട്ട് കൊടുക്കണ്ടേ. കുറച്ച് ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം. പിന്നെ അതിൻ്റെ ആദ്യം കുറച്ചിട്ടിട്ട് മിക്സ് ആക്കണം. അങ്ങനെ ആക്കിയിട്ട് എടുക്കണം. പിന്നെ അതിന് ശേഷം ഇങ്ങനെ ബോൾസ് ആക്കിയിട്ട് എടുക്കണം. കുറച്ച് കൊടുത്തിട്ട് ബോൾസ് ആക്കി നമുക്ക് ഇഷ്ടമുള്ളത്ര വലുതാ ചെറുതാ അല്ല ചെറിയതാ. ചില ആൾക്ക് ചെറിയത് ഇഷ്ടമുണ്ടാകുന്നു, ചില ആൾക്ക് ഒരു മീഡിയം, അല്ലെങ്കിൽ ചില ആൾ വലിയതാക്കുന്നു. നമ്മളെ ഇഷ്ടത്തിന് ബോൾസ് ആക്കിയിട്ട് എടുക്കാം. ഈ ബോൾസാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കുറച്ച് ആളെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നാക്കിയിട്ട് എടുക്കാം. ഒറ്റക്കെല്ലാം ആകുമ്പോൾ നല്ല ബുദ്ധിമുട്ടാണ് ഇതുണ്ടാക്കാൻ. അതല്ലാണ്ട് ഇതിന് തേങ്ങക്ക് നല്ല റേറ്റ് ഉണ്ട് ഇപ്പോൾ. അതെല്ലാം ആയിട്ട് പിന്നെ ചില ആൾക്ക് ഇപ്പോൾ ഇത്ര വിലയെന്ന് വയ്ക്കുന്നത്. ഇപ്പോൾ അപ്പോൾ ഞാൻ പറയുന്നത് തേങ്ങക്ക് നല്ല റേറ്റ് ഉണ്ട്. അതിന് ബോൾസ് ആക്കിയിട്ട് എടുക്കാൻ അത്ര കഷ്ടമുണ്ട്. തേങ്ങ പിന്നെ ഗ്യാസും നല്ല പോകുന്നത്. എന്താ പറഞ്ഞെങ്കിൽ തേങ്ങാനെ വേവിച്ചിട്ട് എടുക്കുമ്പോൾ കുറേ ടൈം എടുക്കുന്നത്. അതിന് ഇതെല്ലാം ആക്കി കഴിഞ്ഞിട്ട് ഞാൻ ഫ്രൈ ആക്കുന്നത്. അപ്പോൾ ഞാൻ 2 മിൽക്ക് മിഡിയം ടിന്നിൽ 2 കപ്പ് പച്ചരി എടുത്തിന്. അതിലേക്ക് 2 മുട്ട ഞാൻ ഇന്നലെ മറ്റേ കൊട്ടയപ്പവും കടല കച്ചിയതെല്ലാം ഫ്രൈ ആക്കിയിട്ട് അതുപോലെ തന്നെ 1 കപ്പിന് 1 മുട്ട. അങ്ങനെ അതിൽ 2 കപ്പ് മിൽക്ക് മിഡിയം ടിന്നിൽ 2 കപ്പ് പച്ചരി എടുത്തിന്. പിന്നെ 2 മുട്ട ഇട്ടിട്ട് അരച്ചിട്ട് ഒരു മീഡിയം കായെല്ലാം കാച്ചുന്ന അത്രയും വേണ്ട, കുറച്ച് ലൂസാക്കിയിട്ട് എടുത്തിട്ട് ഇത് പിന്നെ എണ്ണയിലിട്ടിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഈ ഒരു കളറാകുമ്പോൾ ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഫ്രൈ ആക്കിയിട്ട് എടുക്കാൻ കഴിയുന്നത് വേറെ എന്ത് പണിയില്ലാതെ ജസ്റ്റ് ഒന്ന് മുക്കിയിട്ട് ഇട്ടാൽ മതി. മറ്റേതൊന്നും പോലെ ഇങ്ങനെ കുടഞ്ഞിട്ട് എടുക്കേണ്ടതൊന്നും വേണ്ട. അപ്പോൾ ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ നമ്മളെ പൊരിയപ്പോൾ റെഡി ആയിട്ടുണ്ട്. നല്ല പുറമെ നല്ലൊരു ക്രിസ്പി ആയിട്ട് നല്ല ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് നമ്മളെ കാസർഗോഡ് പൊരിയുണ്ട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നാളെ പെരുന്നാളിൻ്റെ വേറൊരു അപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ട് വരാം. അതുവരെ ടാറ്റാ.